ഞാനൊരു ദിവസം കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് എത്രയാണ്? ഇതിന്റെ അളവ് ഒരാളുടെ ജോലി, അധ്വാനം, അവരുടെ പ്രായം, അവരുടെ ലിംഗം, ഇപ്പൊ ഗർഭിണികളാണെങ്കിൽ അങ്ങനെ, അതിനൊക്കെ അനുസരിച്ച് മാറി മറിയുമെങ്കിലും ഒരു നോർമൽ ആയിട്ട് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, വല്ലാതെ അധ്വാനമൊന്നും ഇല്ലാതെ ഒരു ഓഫീസ് വർക്ക് പോലതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവർ സേവിക്കേണ്ട ഊർജം എന്ന് പറയുന്നത് 2100 കിലോ കലോറിയാണ്. ഈ 1 കിലോ കലോറി ഊർജം ഓരോ ഭക്ഷണത്തിലും ഒരുപാടല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരു 100 ഗ്രാം നേന്ത്രപ്പഴത്തിലും അതേ 100 ഗ്രാം ചിപ്സിലുള്ള കിലോ കലോറി വ്യത്യസ്തമായിരുന്നു. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രമാത്രം കിലോ കലോറി ഉണ്ട്? ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ഭക്ഷണത്തിൽ തന്നെ നമുക്ക് ലഭിക്കേണ്ട മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, അതുപോലെ ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള മറ്റ് എലിമെന്റ്സ്, ഇതിന്റെയൊക്കെ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യൽ കൂടി നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പൊ ഇതൊക്കെ ഒരു അസ്യൂം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ എത്രയാണ് അവയൊക്കെ നമുക്ക് ലഭിക്കേണ്ടത് ഒന്ന് പറയാം. ഈ 1 കിലോ കലോറിയിൽ തന്നെ 15% തൊട്ട് 25% വരെ ഊർജം നമുക്ക് ലഭിക്കേണ്ടത് നമ്മുടെ മസിലുകൾക്കും നമ്മുടെ ശരീരത്തിനും ശക്തി നൽകുന്ന പ്രോട്ടീനുകളിൽ നിന്നാണ്. അതിന് നമ്മൾ എത്രമാത്രം പ്രോട്ടീനുകൾ ദിവസം ഉപയോഗിക്കണം? 78 ഗ്രാം തൊട്ട് 130 ഗ്രാം വരെ പ്രോട്ടീൻ നമ്മൾ കഴിക്കണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ലഭിക്കേണ്ട ഫാറ്റിന്റെ അളവ് എത്രയാണ്? 20 തൊട്ട് 35% വരെ ഫാറ്റാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിന് നമ്മൾ എത്രമാത്രം ഫാറ്റ് കഴിക്കണം? 47 തൊട്ട് 82 ഗ്രാം വരെ ഫാറ്റാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കൂ, നേരത്തെ പ്രോട്ടീന് പറഞ്ഞത് 15-25, ഇതിന് ഗ്രാം കുറവാണല്ലോ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഫാറ്റില് കിലോ കലോറി കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് അളവ് കുറക്കണം. ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ തല തിരിച്ചാണ് സംഭവിക്കുന്നത്. ഫാറ്റ് കുറെ അങ്ങോട്ട് കഴിക്കും, എത്ര ഫാറ്റ് അതിൽ എത്രമാത്രം ഫാറ്റ് ഉണ്ട് നോക്കാതെ ഓവറായിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ഫാറ്റില് നമുക്ക് ശരീരത്തിന് ഹാനികരമായിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അത് വെറും 10% താഴെ മാത്രമേ വരാൻ പാടുള്ളൂ, ഒരു 24 ഗ്രാം മാത്രം. പക്ഷെ നമ്മൾ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് എന്ന് പ്രത്യേകം ഓർക്കണം. മീനുകൾ, നമ്മൾ അവക്കാഡോ ഓയില്, അല്ല ഒലീവ് ഓയില്, അതുപോലെ നമ്മുടെ പംകിൻ സീഡില്, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് നല്ല കൊഴുപ്പാണ്, നമ്മൾ സേവിക്കേണ്ട കൊഴുപ്പാണ്. മനസ്സിലായോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ അനുപാതം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടേണ്ട 45 to 65% വരെ ഊർജം ലഭിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് എന്നാണ്. അതിന് എത്ര കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കേണ്ടത്? 230 തൊട്ട് 310 ഗ്രാം വരെ. ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ പല പുസ്തകങ്ങളിലും ഉണ്ടാവും കേട്ടോ. ഞാൻ റെഫർ ചെയ്തൊരു പുസ്തകത്തിനനുസരിച്ചാണ് ഇപ്പം ഞാൻ പറയുന്നത്. ചിലപ്പോൾ ചില പുസ്തകങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത് തെറ്റിദ്ധരിക്കേണ്ട. അത് ഓരോ സ്ഥലത്തിനും നമ്മൾ ഓരോ സ്റ്റേറ്റിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് അങ്ങോട്ടൊക്കെ വേരിയേഷൻ വരും. ഇനി നമ്മൾ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഷുഗറിന്റെ അളവ് എത്ര? നമ്മൾ പഞ്ചസാര രൂപത്തിൽ ആഡ് ചെയ്യുന്ന ഷുഗറിന്റെ അളവ് അത് 50 ഗ്രാമിലും താഴെയാണ്. 10% കുറച്ച് എനർജിയെ നമുക്ക് അതിലൂടെ ലഭിക്കാൻ പാടുള്ളൂ. അതും നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാടാണ്. ഈ 50 ഗ്രാമിലേറെ എത്തുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഇതിലുള്ളത്. നമ്മൾ മിക്കവാറും നമ്മൾ സ്വീറ്റി ഫുഡുകളും ജങ്ക് ഫുഡുകളും ഒക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതൽ എത്തുന്ന ഒരവസ്ഥയാണുള്ളത്. ഇനി എത്രമാത്രം നാരാണ് നമുക്കൊരു ദിവസം ലഭിക്കേണ്ടത്? 25 ഗ്രാം തൊട്ട് 30 ഗ്രാം വരെ നാരാണ് ലഭിക്കേണ്ടത്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തതാണ്. ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട 30 ഗ്രാം ഫൈബർ, 25 to 32, 25 ആണെങ്കിൽ നമുക്ക് അതിന് 10% എക്സ്ട്രാ കിട്ടുന്ന അവസ്ഥയാണ് ഒരു ആപ്പിൾ കഴിച്ചാൽ. ഈ നാരും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇനി ഒരു ദിവസം നമുക്ക് കിട്ടേണ്ട സോഡിയത്തിന്റെ അളവ് 2000 mg ആണ്. പക്ഷെ ഹൃദ്രോഗമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് മാത്രമേ സോഡിയം ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് ലഭിക്കേണ്ട കാൽസ്യത്തിന്റെ അളവ് 1000 mg ആണ്. ഒരുപാട് പ്രായം കൂടിയ വ്യക്തികൾ, മുതിർന്ന വ്യക്തികളുടെ കാൽസ്യത്തിന്റെ അളവ് 1000 to 1500 mg ഒക്കെ കഴിക്കേണ്ടതുണ്ട്. കാരണം എല്ല് ഒക്കെ ദ്രവിച്ചു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് തടയാൻ ഏറ്റവും ഉപകാരപ്രദമാണ് ഈ കാൽസ്യം. ഇനി ഒരു ദിവസം നമുക്ക് ലഭിക്കേണ്ട അയേണിന്റെ അളവ് എത്ര? 8 mg ആണ്. പക്ഷെ അത് സ്ത്രീകളിൽ ഒരു 18 mg
യോളം കഴിക്കണം. ഗർഭിണികളായി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം ഗൈനക്കോളജിസ്റ്റുകളൊക്കെ ഒരുപാട് അയൺ ഗുളികൾ കൊടുക്കാറുണ്ട്. ആ സമയത്ത് 27 mg ആണ്. ഇനിയിപ്പോൾ നമ്മളൊരു ഭക്ഷ്യവസ്തുവാണ്, ഇതിലൊക്കെ എത്രമാത്രം പ്രോട്ടീന്, എത്രമാത്രം കാർബോഹൈഡ്രേറ്റ്, എത്രമാത്രം ഫാറ്റ് ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കുക. നമുക്കറിയാം നമ്മൾ ഓരോ ഭക്ഷ്യവസ്തുവിൻ്റെയും ഇവിടെ ഈ സൈഡിൽ ഒരു ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എഴുതിയിട്ടുണ്ടാവും. കണ്ടോ ഇവിടെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ ബിസ്ക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നും. ഈ ബിസ്ക്കറ്റിന്റെ ഇതിലിപ്പോ എനർജി എഴുതിയിരിക്കുന്നു നോക്ക്, 445 കിലോ കലോറിയാണ്. 100 ഗ്രാം ഈ ഒരു ബിസ്ക്കറ്റിൽ ഉള്ള അളവ് എന്ന് പറഞ്ഞാൽ 425 കിലോ കലോറിയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, 100 ഗ്രാം ഈ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എത്ര ഗ്രാമാണ്? 125 mg ആണ്. ഇപ്പൊ ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മുഴുവനായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ 445 കിലോ കലോറി പ്ലസ് ഒരു 125 കൂടി 600 കലോറി. നമുക്കൊരു ദിവസം വേണ്ടത് എത്രയാണ്? 2100 കലോറി. ഇനിയിപ്പോൾ ഈ ബിസ്ക്കറ്റിലൂടെ നോക്കാം, ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ അവിടെ എഴുതിയിട്ടുണ്ട്, വേറൊരു കുട്ടാണ് എഴുതിയത്. അപ്പോൾ 100 ഗ്രാമിനുള്ളതിനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് 5 കിലോ കലോറി. അതിൽ കാൽസ്യം അയണൊക്കെ എക്സ്ട്രാക്റ്റഡായി കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ 2 ബിസ്ക്കറ്റിൽ ഇത് ഞാനിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് 100 ഗ്രാമിന് ബിസ്ക്കറ്റാണ്. ഓക്കെ, ഈ ബിസ്ക്കറ്റ് ഞാനിത് കഴിക്കുകയാണ്. അതിൽ തന്നെ എനിക്ക് വേണ്ട ഒരു ദിവസം വേണ്ട 2100 ഒരു 25% അതിലൂടെ തന്നെ ഫുള്ളായി. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ ബിസ്ക്കറ്റ് എല്ലാം ഇങ്ങനെ എടുത്ത് കഴിക്കാനുള്ള വിചാരിക്കും എത്ര കിലോ കലോറി അവിടെ എത്തുന്നു. പിന്നെ ഇതിൽ തന്നെ നമുക്ക് കാണാം എല്ലാം എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ അപ്രോക്സിമേറ്റ്ലി വാല്യൂ പെർ 100 ഗ്രാമിൽ 445 കലോറി ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രോട്ടീൻ ഇത്രയാണ്, 8.4 ഗ്രാം പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് എത്രയാണ്? 78.9 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് 325 നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ശതമാനത്തിൽ വന്നു. ടോട്ടൽ ഷുഗർ എത്ര ഉണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ആഡഡ് ഷുഗർ എത്ര ഉണ്ട്? 20 ഗ്രാം ആഡഡ് ഷുഗർ ഉണ്ട്. 50 ഗ്രാമാണ് നമുക്ക് ആഡഡ് ഷുഗർ വേണ്ടത്. അതിന് പകരം ഈ ഒരു ചെറിയ ബിസ്ക്കറ്റിൽ മാത്രം 100 ഗ്രാമിൽ 20 ഗ്രാം ആഡഡ് ഷുഗർ ഉണ്ട്. അത് നമ്മൾ പഞ്ചസാര ആയിട്ട് ഇടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചായ തന്നെ നമ്മൾ 50 ഗ്രാമോളൊക്കെ ഇടും. അപ്പം തന്നെ ഒരു ദിവസം വേണ്ട കോട്ടയിലേറെ നമ്മൾ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇനി കണ്ടോ, ഇതിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 5.2 ഗ്രാം ഇതിലുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 5.2 ഗ്രാം. നമുക്ക് വളരെ കുറച്ച് മാത്രം എത്തേണ്ട സാധനമാണ്. ഇതിൽ 0 ആണ് കാണിക്കുന്നത്. സോഡിയം ഇതിൽ 16 ആണ് കാണിക്കുന്നത്. അങ്ങനത്തെ എല്ലാം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെ ഇങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ പിന്നെ നമുക്ക് അത്ര ഒരു കൺഫ്യൂഷൻ വരുമല്ലോ ഒരു കാര്യത്തിൽ, മനസ്സിലായില്ലേ? അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാവും നമ്മൾ എത്ര ഭക്ഷണം കഴിക്കും. ഇപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ആ 100 ഗ്രാം ബിരിയാണി ഇത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഈ ഗ്രാമിൽ ഇതിൽ കണ്ടോ, ഇതിൽ 100 ഗ്രാമത്തിന് ഇത്ര ഉണ്ടെങ്കിൽ അതേസമയം നമ്മളിപ്പോൾ ആപ്പിളാണ് കഴിക്കുന്നത്. ഒരു ആപ്പിളാണ് കഴിക്കുന്നത്. ആപ്പിൾ 100 ഗ്രാമിൽ 100 കലോറിയേ ഉള്ളൂ. 100 ഇല്ല, 50 കലോറിയേ ഉള്ളൂ. ഒരു നേന്ത്രപ്പഴമാണ് അതിൽ 100 കലോറിയുള്ളൂ 100 ഗ്രാമിൽ. ഇങ്ങനത്തെ ഓരോ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവറായിട്ട് കഴിക്കുമോ അമിത വണ്ണം ഉണ്ടാവുമോ എന്നൊരു സാഹചര്യം വരില്ല. ഓക്കെ.